തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ പ്രവാസികളോട് ആഹ്വാനം ചെയ്ത് ഇൻകാസ് ഓണാഘോഷം. സ്ഥാനങ്ങൾക്ക് കടിപിടി കൂടാതെ എതിരാളികൾക്ക് ചുട്ട മറുപടി നൽകുമെന്നും ഇപ്പോഴുള്ളത് ടീം UDF ആണെന്നും VD സതീശൻ പറഞ്ഞു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. UDFന്റെ മുൻനിര നേതാക്കളെ മുഴുവൻ അണിനിരത്തിയായിരുന്നു അജ്മാനിൽ ഇൻകാസിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓണാഘോഷം എന്നതിനേക്കാൾ ഉപരി തെരഞ്ഞെടുപ്പിനായി അണികളെ സജ്ജമാക്കുന്ന ഒരു പരിപാടിയായി ഇത് മാറുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസംഗവും അത്തരത്തിൽ തന്നെയായിരുന്നു. ഒരു മഹായുദ്ധത്തിനായി ഒരുങ്ങുക എന്നുള്ള ഒരു ആഹ്വാനമാണ് VD സതീശൻ അണികൾക്ക് നൽകിയത്. ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, ടീം UDF ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് എന്നത് ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ജയിക്കണം എന്നൊരു ആഹ്വാനമാണ് നൽകിയിട്ടുള്ളത്. 100 സീറ്റോടുകൂടി UDF വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരും എന്ന് VD സതീശൻ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന വിധത്തിൽ ഇവിടെ പറയുകയും ചെയ്തു. അതോടൊപ്പം പറഞ്ഞത് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളോ അല്ല, കോൺഗ്രസ് ആണ് പ്രധാനം എന്നുള്ള ഒരു പ്രഖ്യാപനവും VD സതീശൻ ഇവിടെ നടത്തിയിരുന്നു. നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തി പകരുകയാണ്, നേതാക്കളല്ല. VD സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലൊന്നുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നേതാക്കൾ വന്നുപോകും, ഞങ്ങളടക്കമുള്ള നേതാക്കൾ വന്നുപോകും. നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ. തെരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നവരാണ് പ്രവാസികൾ, പ്രത്യേകിച്ച് UAE പ്രവാസികൾ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനായി എല്ലാവരും, സാധിക്കുന്നവരെല്ലാവരും നാട്ടിലെത്തുകയും വോട്ട് ചെയ്യുകയും വേണമെന്ന് VD സതീശൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് 2026 എന്തൊക്കെ നടപ്പാക്കണം, 2030 എന്തൊക്കെ നടപ്പാക്കണം, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കണം, ഏതൊക്കെ മന്ത്രാലയങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനം ജനുവരിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം ഈ ഓണാഘോഷ പരിപാടിയിൽ പറഞ്ഞിരുന്നു. അജ്മാനിൽ നിന്നും ഷിനോ ഷംസുദ്ദീൻ, മീഡിയ.